Call is now being recorded. ലാസ്റ്റത്തെ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തോ? എത്ര വാല്യൂസ് കിട്ടുന്നത്? കിട്ടിയോ? വെലോസിറ്റി 7.62, then acceleration 193.42 meter per second square. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് എഴുതിയെടുക്കുക. ഓക്കെ, the next question. A particle moving with SHM has an amplitude of 4.5 meter and period of oscillation is 3.5 second. Find the time required by the particle to pass 2 points which are at a distance of 3.5 meter and 1.5 meter from the center and on the same side of mean position okay. സോ ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് പാർട്ടിക്കിൾ SHM ആണ് അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. അതിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. സോ ഗിവൺ ഡാറ്റാസിൽ നിങ്ങൾ എന്തൊക്കെ കൊടുക്കും? That is R equal to 4.5 meter. Okay. Then period of oscillation, that is capital T or TP, is equal to 3.5 seconds. Okay. Then find the time required by the particle to pass 2 points. അതായത് ആ ഒരു പാർട്ടിക്കിളിന് ഏതോ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയിൽ കൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് എടുക്കും? അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് എന്നോ അല്ലെങ്കിൽ A B എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ A-ന്ന് B-ലേക്ക് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഡിസ്റ്റൻസ് ഓഫ്, അതായത് ആ ഒരു പോയിന്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, സെൻറ്റർ അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ എന്നുള്ള ഓരോ A എന്ന് പറയുന്ന പോയിന്റിൻ്റെയും B എന്ന് പറയുന്ന പോയിന്റിൻ്റെയും ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. 3.5ഉം 1.5ഉം അത് ഞാൻ പിക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പെൻഡുലാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ ട്രാവൽ ചെയ്യാണ്, അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യാണ്, ലെഫ്റ്റും അതുപോലെ റൈറ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യാണ്. സോ ഇത് ഇത് പറയുന്നുണ്ട് സെയിം സൈഡിലാണ് ഈ പോയിന്റ് എന്ന്. ഓക്കെ, ആ ഒരു രണ്ട് പോയിന്റ്സ് നമ്മൾ എടുക്കുന്ന പോയിന്റ് നമ്മൾ മെയിൻ പൊസിഷനിൽ സെയിം സൈഡിലാണ് ആ രണ്ട് പോയിന്റ്സ് വരുന്നതെന്ന് പറയുന്നുണ്ട് പ്രത്യേകം. സോ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഇത് എത്തുന്ന എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻ എന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എക്സ്ട്രീം പൊസിഷൻ. സോ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഏതോ രണ്ട് പോയിന്റ്സ് ആണ്. സോ അത് ഞാൻ രണ്ട് പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് A എന്ന് പറയുന്ന പോയിന്റ് ആൻഡ് ഇത് B എന്ന് പറയുന്ന പോയിന്റാണെന്ന് വിചാരിക്കുക. സോ ഈ രണ്ട് പോയിന്റ്സിലൂടെ നമ്മുടെ ആ പാർട്ടിക്കിൾ കടന്നു പോകുന്ന സമയത്ത് എത്രയാണ് ടൈം എടുക്കുക? A-ന്ന് B-ലേക്ക് എത്തുന്ന ടൈം, A-ന്ന് B-ലേക്ക് അല്ലെങ്കിൽ B-ന്ന് A-ലേക്ക് എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കിയാണ്. ദെൻ എന്തൊക്കെ തന്നത്? ഈ മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ സെൻറ്റർ പോയിന്റിൽ നിന്ന് A-ലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് A-ലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് XA എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എക്സ് അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് X,
അത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു എത്രയാ? 3.5 മീറ്റർ. ഇനി ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1.5. അപ്പോൾ ഉറപ്പായിട്ടും അത് അടുത്തുള്ള പോയിന്റ് ആയിരിക്കും ബി എന്ന് പറയുന്നത്. സോ നമ്മൾ കൊടുത്തത് വ്യത്യാസമുണ്ട്. എ എന്ന് പറയുന്നതാണ് 1.5 വരും കേട്ടോ. ഡിസ്റ്റൻസ് കുറവല്ലേ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ ഇപ്പം അടുത്ത് കിടക്കുന്നത്, അതായിരിക്കും ഡിസ്റ്റൻസ് കുറവ്. അത് കോമൺ സെൻസ് ആണ്. അപ്പോൾ എക്സ് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ്സ് മാറ്റി കൊടുത്താലും മതി കേട്ടോ. 1.5 മീറ്ററും ദെൻ എക്സ് ബി എന്ന് പറയുന്നത് നമ്മൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. 3.5 മീറ്റർ മീൻ പൊസിഷനിലുള്ള രണ്ട് ഡിസ്റ്റൻസ് കൊടുത്തു. സോ ഇതിന് എക്സ് എന്ന് ബിയിലേക്ക് എടുക്കുന്ന ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറയാണ് എക്സ് എ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഫ്രം മീൻ പൊസിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇക്വേഷൻ വിൽ ബി ആർ സൈൻ ഒമേഗ ടി. ഇതാണ് വരിക, ആർ സൈൻ ഒമേഗ ടി. സോ അതിനെടുക്കുന്ന എക്സ്, അതായത് മീൻ പൊസിഷനിൽ എ എന്ന പോയിന്റിലേക്ക് എടുക്കുന്ന ടൈം ആയതുകൊണ്ട് അത് ടി എ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലേ. സോ ഇവിടെ ആർ എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട്. വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ഒമേഗ, സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഫ്രം ടി പി. സോ ടി പി എന്ന് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒമേഗേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒമേഗ ഇസ് ഈക്വൽ ടു 2π/TP ആണ്. സോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എത്ര വരുന്നത് അത് പറഞ്ഞേ? 2π/3.5 വരും. എത്രയാ? 2π/3.5 ചെയ്ത് നോക്കിയേ. അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. 2π/3.5. ഓക്കെ, സോ ഇതിന് നമുക്കിനി ഒമേഗ ടി എന്നാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഡിഗ്രി ഫോമിലേക്ക് ആക്കണം. ഓക്കെ, സോ ഒമേഗേനെ ഡിഗ്രിയിലേക്ക്, അതായത് റാഡ് പെർ സെക്കൻഡിനെ നമുക്ക് എന്തായാലും ഇതിന് മാറ്റിയെടുക്കണം. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്? അതിന് 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. ഓക്കെ, അത് കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ തന്നെ എഴുതിയെന്ന് വിചാരിക്കാം. സോ ഇനി എക്സ് ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബി ഈക്വൽ ടു, എക്സ് ബിൻ്റെ ഇക്വേഷൻ എന്താണ്? ആർ സൈൻ ഒമേഗ ഇൻറ്റു ടി ബി വരും, ഇതിൻ്റെ. സോ ഇനി ഇതിൽ ടി ബിയും അതുപോലെ ടി യു ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? രണ്ട് ഇക്വേഷൻസിലേക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇതിൻ്റെ വാല്യൂ എന്താ വരിക? ഇംപ്ലൈസ് വാട്ട്? എക്സ് എന്ന് പറയുന്നത് 1.5 ഈക്വൽ ടു ആർ ഈസ് 4.5 സൈൻ ഒമേഗ ടി എ. ഓക്കെ, ഇതാണെങ്കിൽ 3.5 ഈക്വൽ ടു 4.5 സൈൻ ഒമേഗ ടി വി. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് വരും. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക? ടി എ ആൻഡ് ടി ബി ആണ്, രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ഒമേഗൻ്റെ വാല്യൂ എത്ര കിട്ടി? ഇത് പറഞ്ഞേ, ഒമേഗ എത്ര വരുന്നത്? അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റിയാൽ എത്ര വരുന്നത്? ഡിഗ്രി പെർ സെക്കൻഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ആണ് കേട്ടോ എടുക്കേണ്ടത്. റാഡ് പെർ സെക്കൻഡിലുള്ളത് റാഡിന്ന് ഡിഗ്രിയിലേക്ക് ആക്കണം കേട്ടോ, അത് മറന്നുപോലെ. അത് ചെയ്ത് എന്നിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് പറഞ്ഞേ, എന്താ വരിക? എന്നിട്ട് T1 ആൻഡ് T2 ഇതിലൊന്നുമില്ലടോ. ഒമേഗേൻ്റെ വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി എ ടി ബി സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് ടി എൻ്റെ വാല്യൂ അതുപോലെ തന്നെ ടി ബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞേ. ഓക്കെ, എന്താ വരിക? ഈ ഒമേഗേനെ നമ്മൾ ഡിഗ്രിയിലേക്ക്, ഇൻ കേസ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു 2π/3.5 ഇൻറ്റു 180/π. അത്രയും ഡിഗ്രി പെർ സെക്കൻഡ് വരും. ഓക്കെ, പൈ ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ 2 ഇൻറ്റു ദാറ്റ് ഇസ് 360/3.5. എത്രയാണ് വരുന്നതാ? എത്രയാണ് വരുന്നത് ഒമേഗ?
എത്ര കിട്ടുന്നത്? ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടിയ? 25/TP 102.0. ഓക്കെ 86. ഈ വാല്യൂ എത്ര കിട്ടി? ഇത് 1.8 rad/s കിട്ടും അല്ലേ? rad/s. ദെൻ അത് ഈ രണ്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ ഒമേഗേൻ്റെ വാല്യൂ ഇതും രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? ഇതിപ്പം സൈൻ ω/TA ഈക്വൽ ടു 1.5/4.5 വരും അല്ലേ? ദെൻ ω/TA is equal to sin inverse of this value 1.5/4.5. ഒമേഗേൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് ഇവിടെ കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കിയടോ, നമ്മളിപ്പോൾ സൈൻ ഓഫ് ഈ വാല്യൂ അല്ല ചെയ്യുന്നത്. സോ ഡിഗ്രിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബട്ട് ഡിഗ്രിയിലേക്ക് ചെയ്തു വെച്ചോ, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇത് നോക്കി, ഇതിൽ ω/T ആണ് പറയുന്നത്. ω/T എന്ന് പറയുന്നത് സൈനോ കോസിനോടോ ചേർന്നിട്ടല്ല കിടക്കുന്നത്. സൈനോ കോസോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ദർ ഈസ് നോ നീഡ് ടു കൺവേർട്ട് ദിസ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ അല്ല നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. 1.8 rad/s തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. സോ ഇത് ചെയ്യുക, സൈൻ ഇൻവേഴ്സ് ഓഫ് ദിസ് വാല്യൂ ചെയ്യുക. ദെൻ TA ഈക്വൽ ടു വാട്ട്? നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ ഒമേഗേൻ്റെ വാല്യൂ. ഒമേഗ ചെയ്യാം 1.8, ദറ്റ് ഈസ് 1.8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. സോ എത്രയാണ് വരുന്നത് TA എന്ന് പറയുന്നത്? സോ ഒന്നുകൂടി ശ്രദ്ധിക്കുക, അത് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒമേഗേൻ്റെ അല്ലെങ്കിൽ ω/T എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഗ്രി ആക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തീറ്റ അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി ഫോമിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനോ കോസോ വരുമ്പോൾ മാത്രമേ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് ചെയ്യുന്നത്. സോ ഇവിടെ അതിന് മാറ്റേണ്ട ആവശ്യമില്ല, അത് rad/s തന്നെ എടുത്താൽ മതി. ഓക്കെ, സോ എത്ര വരുന്നത്? TA എത്ര കിട്ടിയത്? വാല്യൂ കിട്ടിയോ? ചെയ്ത് നോക്കിയേ. എത്ര വാല്യൂ? ഇത് ചെയ്യുന്നതിന് എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1.5 ഓക്കെ 10.82 അല്ലേ? ഓക്കെ, സോ റൈറ്റ് ദ വാല്യൂ. TA എന്ന് പറയുന്നത് 10 അതായത് A എന്ന പോയിന്റിലേക്ക് മീൻ പൊസിഷനിൽ എത്തുന്ന ടൈമാണ് 10.82 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ TBയിലേക്ക് എത്തുന്ന ടൈമോ? TBയിലേക്ക് എത്തുന്നത് TBൻ്റെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. എത്രയാണ് വരുന്നത്? ഓക്കെ 28.36 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിക്കുന്നത്? A ന്ന് Bയിലേക്ക് എടുക്കുന്ന ടൈം എത്രയായിരിക്കും? A ന്ന് Bയിലേക്ക് എടുക്കുന്ന ടൈം, A to B ടൈം എത്രയായിരിക്കും? എങ്ങനെ അവർ കണ്ടുപിടിക്കുക? TB മൈനസ് TA ചെയ്താൽ പോരെ? എത്ര വരിക? 28.36 മൈനസ് 10.82 ആണ് വരിക. എത്ര കിട്ടുന്ന ആൻസർ? ഒന്ന് ചെയ്തേ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കല്ലേ, ഞാൻ ടെക്സ്റ്റിലൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ടെക്സ്റ്റ് നോക്കണ്ട, ഞാൻ ഇപ്പോൾ പറയുന്നത് ചെയ്യാം. ഓക്കെ 17.5. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സൈനിന് പകരം കോസാണ് കൊടുത്തിരിക്കുന്നത്. സോ കോസ് എപ്പോഴാണ് വരുന്നത്? എക്സ്ട്രീം പൊസിഷനിലാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് എടുക്കുമ്പോഴാണ്. ബട്ട് ഇവിടെ എന്ന് വെച്ചാൽ സെൻറ്റർ മീൻ പൊസിഷൻ്റെ മറ്റൊരു പേരാണ് സെൻറ്ററിൽ
അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് മീൻ പൊസിഷൻ ആണ് റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബട്ട് ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന ഐ തിങ്ക് അവർ എക്സ്ട്രീം പൊസിഷൻ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമുക്ക് സെൻറ്റർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദി ടൈം റിക്വയർഡ് ബൈ ദ പാർട്ടിക്കിൾ ടു പാസ് 2 പോയിന്റ്സ് വിച്ച് ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3.5 മീറ്റർ ആൻഡ് 1.5 മീറ്റർ ആണ്. ഓക്കെ, ആൻസർ എത്ര വരുന്നത്? ടെക്സ്റ്റിൽ എത്ര ആൻസർ പറഞ്ഞിരിക്കുന്നത്? സെയിം ആണോ? ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും. സോ അത് എക്സ്ട്രീം പൊസിഷനിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് മീൻ പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അത് മീൻ പൊസിഷൻ്റെ ആണ് എല്ലാം തന്നത്, അതുകൊണ്ടാണ് ഞാൻ മീൻ പൊസിഷൻ എടുത്തത്. ഒന്നാമത് മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്റ്റൻസും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ എന്തായാലും അത് വ്യത്യാസം വരും. ഓക്കെ, സോ ഉറപ്പായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് വെച്ചാൽ സെൻറ്റർ അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്നല്ലേ പറയാം. സോ അത് ടെക്സ്റ്റിലത്തെ ഐ തിങ്ക് അത് തെറ്റാണ് കേട്ടോ. നമ്മൾ ഇതാണ് കറക്റ്റ്. മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ് വരിക. അത് എക്സ്ട്രീം എന്നുള്ള കണ്ടീഷൻ അല്ലേ കോഴ്സ് വരുമ്പോൾ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് a body is vibrating with a simple harmonic motion of amplitude 150 mm and frequency 3 cycles per second. Okay, frequency ന്റെ യൂണിറ്റ് cycles per second അല്ലെങ്കിൽ ഹെർട്സ് ആണ്. then calculate the maximum velocity and maximum acceleration of the body ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? Vmax equal to വിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് 0 ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക. എക്സ് 0 എന്ന് വെച്ചാൽ മീൻ പൊസിഷനിലായിരിക്കണം. ദെൻ ഇറ്റ്സ് ഇക്വേഷൻ ഇസ് ഒമേഗ റൂട്ട് ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ആർ ഒമേഗയാണ് വരിക. സോ വി മാക്സിന്റെ ഇക്വേഷൻ ആർ ഒമേഗ. ദെൻ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ്റെ ജനറൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ ആറ് കിട്ടണം അല്ലേ. സോ ആറ് കിട്ടുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക. ദറ്റ് ഈസ് നെഗറ്റീവ് ഒമേഗ സ്ക്വയർ ആറ് വരും അല്ലേ. സോ ഒമേഗ സ്ക്വയർ ആറ് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇനി വി മാക്സ് എ മാക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ ആറ് വേണം. ആറിൻ്റെ വാല്യൂ ഉണ്ടോ? യെസ്, ആംപ്ലിറ്റ്യൂഡ് ഈസ് 150 mm. സോ ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു വാട്ട്? ആർ ഈക്വൽ ടു ഗിവൺ ഡാറ്റാസിൽ എഴുതാം. ആർ ഈക്വൽ ടു 0.15 മീറ്റർ. ഓക്കെ, ദെൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എല്ലാം നമുക്ക് വേണ്ടത് ഒമേഗയാണ്. ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് frequency? So we know the equation to find out omega from time period, that is 2 pi by tp. So what is actually 1 by, so you can write like this, that is 2 pi into 1 by tp. What is this? 1 by tp, 1 by t, 1 by time period is frequency, right? So you can write 2 pi f. Okay, so here f is given in the question, that is 3 cycles per second. So omega is equal to 2 pi into 3, that is 5 pi. So substitute this value in this two equation and you will get the value for Vmax and Amax. So R is equal to what? 0.15 then into 5 pi. And Amax equal to omega square. Okay, that is 5 pi the whole square into 0.15. Very simple ആയിട്ടുള്ള question ആണിത്. ഇത്രയേ ഉള്ളൂ, സ്റ്റെപ്പ് കഴിഞ്ഞു. എൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തരണേ. വി മാക്സിൻ്റെ വാല്യൂ അതുപോലെ തന്നെ അത് പെട്ടെന്ന് ചെയ്തുകൂടെ? വി മാക്സിൻ്റെ വാല്യൂ 0.15 into 5 into pi. And Amax 5 pi the whole square into 0.15. Okay, 6 pi, okay. Yes, 6 pi. Yes, 6 pi ആണ്. 2 into 3, 6, okay. Okay, 2.83. അത് വി മാക്സ് ആണോടോ? 2.83 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? എ മാക്സോ? എ മാക്സോ നിങ്ങൾക്ക് കിട്ടി. ഈ 2.83നോട് 6 pi ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
കിട്ടിയോ ആൻസർ? യെസ്, 53.3. So 53.3 meter per second square. ഓക്കെ, ചെയ്തോ എല്ലാവരും? സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ? സിമ്പിൾ അല്ലേ? അത്രയല്ലേ ഉള്ളൂ ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇതിൽ ഇത്രയേ ഉള്ളൂ. എസ് എച്ച് എമ്മിൻ്റെ ആദ്യത്തെ പോർഷനിൽ വെലോസിറ്റി ഇക്വേഷൻ, ആക്സലറേഷൻ ഇക്വേഷൻ, മീൻ പൊസിഷൻ എന്താണ്, എക്സ്ട്രീം പൊസിഷൻ എന്താണ്, പിന്നെ എക്സിൻ്റെ ഇക്വേഷൻസ് അത് വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചാൽ തറവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എസ് എച്ച് എമ്മിൻ്റെ വേറൊരു ഐ മീൻ കണ്ടിന്യൂറ്റി തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഐ മീൻ നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഹയർ ഐ മീൻ എംടെക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പഠിക്കാനുണ്ട്, സ്ട്രക്ചറിൽ എടുക്കുകയാണെങ്കിൽ പഠിക്കാനുണ്ട്. ഡൈനാമിക്സ് ഇസ് ദ ബേസിക് എന്നാണ് പറയുക. അപ്പം അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എസ് എച്ച് എം എന്ന് പറയുന്നത്. അതില്ലാണ്ട് ഒരു ലൈഫില്ല. ഓക്കെ, എങ്ങനെ? സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്പ്രിംഗ് മോഷൻ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടുവിൽ, സ്പ്രിങ്ങിൻ്റെ മോഷൻ. ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ കണ്ടിന്യൂഷൻ തന്നെയാണ് അതിൽ വരുന്നതാണ് സ്പ്രിംഗ് മോഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ രണ്ട് മോഷൻസ് ഉണ്ട് പഠിക്കാനുണ്ട്, ഫ്രീ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും. ഓക്കെ, എന്താണ് ഫ്രീ വൈബ്രേഷൻ? അതായത് ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമുക്കറിയാം, എന്തെങ്കിലും ഒരു ബോഡി വെറുതെ വൈബ്രേറ്റ് ചെയ്യത്തില്ല, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തായാലും ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സോ അങ്ങനെ ഞാനൊരു എക്സ്റ്റേണലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ബോഡീനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ഫോഴ്സിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, റിമൂവ് ചെയ്തിട്ടും അത് വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഒരു റെഗുലർ പീരിയഡ് കഴിയും തോറും എന്താണ് അതിനിങ്ങനെ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, അത് റിമൂവ് ചെയ്യുന്നില്ല, ഫോഴ്സിന് ഒരിക്കലും റിമൂവ് ചെയ്യുന്നില്ല. അങ്ങനെ അതാണ് ഫോഴ്സ്ഡ് ഫ്രീ വൈബ്രേഷൻ. ഇപ്പം വായിച്ചു നോക്കിയേ, ഇഫ് എ ഡിസ്റ്റർബിങ് ഫോഴ്സ് is applied just to start the മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഡിസ്റ്റർബിങ് ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇസ് ദെൻ റിമൂവ്ഡ് ഫ്രം ദി സിസ്റ്റം. ഇത് നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു ഫോഴ്സിനെ റിമൂവ് ചെയ്യും. ആൻഡ് ഇസ് സെറ്റ് ടു അണ്ടർഗോ ഫ്രീ വൈബ്രേഷൻ. അതിനെയാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഫോഴ്സ് കൊടുക്കത്തുള്ളൂ അവിടെ. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്തായിരിക്കും? ഇഫ് ദി ഡിസ്റ്റർബിങ് ഫോഴ്സ് ആക്ട്സ് അറ്റ് പീരിയോഡിക് ഇൻ്റർവൽ. പീരിയോഡിക് ഇൻ്റർവൽ ആയിട്ട് നമ്മളിങ്ങനെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഊഞ്ഞാലാടുന്നില്ലേ, അതെങ്ങനെയാണ്? ബാക്കിൽ നിന്ന് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കാലോണ്ട് ചവിട്ടി പിന്നെയും മുന്നോട്ടേക്ക് പോകല്ലേ ചെയ്യുക. അത് പീരിയോഡിക് ഇൻ്റർവെല്ലിൽ പിന്നെയും ഇങ്ങനെ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കും. അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അതേസമയം നമ്മൾ ഒറ്റൊരു തവണ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തതിന് ശേഷം പിന്നെ കംപ്ലീറ്റ് അതിൻ്റെ വൈബ്രേഷൻ അപ്പോൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ, ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് വൈബ്രേഷൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഫ്രീയും ഫോഴ്സ്ഡും. ഇതിൽ നമ്മൾ ഒരു റെഗുലർ ഇൻ്റർവെൽ അല്ലെങ്കിൽ പീരിയോഡിക് ഇൻ്റർവെൽസിൽ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതിൽ കൊടുക്കത്തില്ല, ആദ്യത്തെ തവണ മാത്രം കൊടുക്കും, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, പിന്നെ കൊടുക്കത്തില്ല. അങ്ങനെ അതാണ് ഫ്രീയും ഫോഴ്സ്ഡ് വൈബ്രേഷനും. ചോദിക്കാറുണ്ട് തിയറി പോർഷനിൽ, ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, സോ എഴുതിയെടുക്കുക, ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടെങ്കിലും എഴുതിയെടുക്കുക. ഷോർട്ടാക്കിയിട്ട് ഐ മീൻ നിങ്ങൾ നോട്ട് ഇപ്പോൾ എഴുതുന്ന സമയത്ത് ഷോർട്ടാക്കിയിട്ട് എഴുതുക. ബട്ട് എക്സാമിൻ്റെ ടൈമിൽ ഷോർട്ടായിട്ട് എഴുതരുത്, നിങ്ങൾക്ക് മാർക്ക് അത്രയും സ്കോർ ചെയ്യില്ല, ഐ മീൻ സ്കോർ അത്രയും കിട്ടത്തില്ല. സോ എഴുതുമ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക, ഷോർട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറയലുണ്ട് നിങ്ങൾ ഇങ്ങനെ എഴുതും. ഇപ്പം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ഷോർട്ടാക്കിയിട്ടൊക്കെ എഴുതില്ല, അങ്ങനെയൊന്നും എക്സാമിന് എഴുതി വെക്കരുത്, നിങ്ങൾക്ക് മാർക്ക് വെറുതെ പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എനിക്ക് അറിയത്തില്ല, കാരണം പ്ലസ് ടുവിൽ പഠിച്ചോ എന്നുള്ളത് എനിക്ക് അത്ര വലിയ ഓർമ്മ കിട്ടുന്നില്ല. ഒന്നത് ഞാൻ സ്ട്രക്ചറിലാണ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ ഞാൻ ഹയർ ആയിട്ടും പഠിച്ചിട്ടുണ്ട്. സോ എനിക്കത് കേട്ടതുപോലെ ഐ മീൻ ബിടെക്കിലാണോ ഇനി അത് ഇതിലാണോ എന്നുള്ളത് ഓർമ്മ കിട്ടുന്നില്ല. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ ഒരു വേർഡ് തന്നെ ഉണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഡിഗ്രി ടു മൂവ് അല്ല, ഐ മീൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡയറക്ഷനിലേക്ക് ഫ്രീ മോഷൻ അവൈലബിൾ ആണ് എന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത്. ഓക്കെ, എത്ര ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പറാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പോൾ എത്ര ഡയറക്ഷനിലേക്ക്, എത്ര നമ്പർ ഓഫ് ഡയറക്ഷനിലേക്ക് വി ഹാവ് ദ ഫ്രീഡം ടു മൂവ് ആണ്. ഓക്കെ, ആ ഒരു ബോഡിക്ക് ഏതൊക്കെ ഡയറക്ഷനിലേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ട്, അതിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, അതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആണ്, ആ കോർഡിനേറ്റിൽ കൂടെ അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു ഡിഫൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, അതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡംസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞ ആ സെൻറ്റൻസ് ആലോചിച്ചേക്കുക, ഏതൊക്കെ ഡയറക്ഷനിലേക്ക് ആ ഒരു ബോഡിക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ കോർഡിനേറ്റ്സിലേക്ക്, ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്, സെറ്റ് കോർഡിനേറ്റ് ഉണ്ട്. സോ ഇതിൽ ഏത് ഡയറക്ഷനിലാണ് ആ ഒരു ബോഡിക്ക് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉള്ളത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ആ ഒരു കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ പറയുക. ആ ഒരു ബോഡിക്ക് ഇന്ന ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് കോൺഫിഗറേഷൻ പറയുക. ഓക്കെ, സോ അത് എത്ര നമ്പറാണ്, അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക. എത്ര എണ്ണം, ഡിഗ്രി എന്ന് വെച്ചാൽ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഒരു റിജിഡ് ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു എക്സ് വൈ സെഡ്, അത് 3 എണ്ണമാണ്. 3 എണ്ണം മാത്രമല്ല 6 എണ്ണം ഉണ്ട്. സോ ഏതൊക്കെയാണ്? എക്സ് വൈ സെഡ്, അത് ഓൾറെഡി പറഞ്ഞത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, അതായത് ആംഗുലാർ വൈസ് നമുക്ക് മൂവ് ചെയ്യാം. ഇപ്പം എക്സ് ആക്സിന് ഇതാക്കിയിട്ടാണെങ്കിൽ തീറ്റ എക്സ്, തീറ്റ വൈ, തീറ്റ സെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ അങ്ങനെ തീറ്റ വൈസ് നമ്മൾ ആംഗുലാർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ അത് 3 എണ്ണം ഉണ്ട്. അത് 3 സ്പേസിലേക്ക്, അല്ലെങ്കിൽ 3 കോർഡിനേറ്റിൽ വിത്ത് റെഫറൻസ് ടു 3 കോർഡിനേറ്റ് വെക്കുകയാണെങ്കിൽ 3 ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അങ്ങനെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഒരു റിജിഡ് ബോഡിക്ക് ഉണ്ടാവുക. അതൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻ വരുന്നതാണ്, എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണ് ടോട്ടൽ ഉള്ളത്. 3 എണ്ണം നമുക്ക് അറിയാവുന്ന എക്സ് വൈ സെഡ് കോർഡിനേറ്റും, പിന്നെ 3 ആംഗുലാർ പാരാമീറ്റേഴ്സ്. 3 എണ്ണം ലീനിയറും 3 എണ്ണം ആംഗുലാർ, ഇങ്ങനെ. ഓക്കെ, സോ the constraint to the motion reduce the degree of freedom. അപ്പം ഏത് ഡയറക്ഷനിലാക്കാണ് അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ്, ഒരു മൂവ് ചെയ്യാനുള്ളത് കൺസ്ട്രെയിൻ ചെയ്യുന്നത്, ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കണക്കാക്കത്തില്ല. എവിടെയാണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് അവിടെ, അത് മാത്രമാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ആ നമ്പർ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. സോ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമ്മളൊരിക്കലും ഏത് ഡയറക്ഷനിലാണോ മോഷൻ നിഷേധിക്കപ്പെടുന്നത് ആ ഡയറക്ഷനിലേക്കുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഫിഗർ എന്ന് വെച്ചാൽ ഇത് 3 ഫിഗേഴ്സ് ഉണ്ട് ഇവിടെ കൊടുത്തിട്ട്, 1 2 3, ആദ്യത്തെ കേസിൽ, ആദ്യത്തെ റോയിൽ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഫിഗർ നോക്കിയേ, എന്താണ് ഇവിടെ ഫസ്റ്റ് ഫിഗർ? ഒരു ടോപ്പ് പോർഷനിൽ ഫിക്സഡ് സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു സ്പ്രിങ്ങിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാങ് ചെയ്തിട്ടുണ്ട്. സോ ആ സ്പ്രിങ്ങിൻ്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ്, അത് ഇൻ ദ ഫോം ഓഫ് എ വെയിറ്റ് ആണ്, ഒരു വെയിറ്റ് അല്ലെങ്കിൽ മാസിൻ്റെ ഫോമിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. സോ അങ്ങനെ ആകുമ്പോൾ ഈ വെയിറ്റ്, ഈ മാസ് കാരണം എന്ത് ചെയ്യും, ഈ സ്പ്രിങ്ങിന് താഴത്തേക്കൊരു മോഷൻ ഉണ്ടാവും, അല്ലേ? താഴത്തേക്ക് ഈ സ്പ്രിങ് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്, ഏതൊക്കെ ഡയറക്ഷനിലേക്കാണ് ഈ സ്പ്രിങ് മൂവ് ചെയ്യുക? അപ്പം നമ്മളിങ്ങനെ ഒരു മാസ് കൊടുത്തു, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നതിന് താഴത്തെ ഭാഗത്താണ്, ഇൻ ദ ഫോം ഓഫ് എ മാസ്. ദെൻ ഏതൊക്കെ ഡയറക്ഷനിലേക്കാണ് ഈ ഒരു സ്പ്രിങ്ങിന് മൂവ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം എക്സ് വൈ സെഡ്, പിന്നെ 3 ആംഗുലാർ കോർഡിനേറ്റ്, അല്ലേ? അത് തീറ്റ എക്സ്, തീറ്റ വൈ, തീറ്റ സെഡ്, അത്രയാണ് ഉള്ളത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊക്കെ കോർഡിനേറ്റ്സിലൂടെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തൂടെയാണ് ഈ ഒരു ബോഡിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്? എവിടത്തേക്കാണ് മോഷൻ ഉണ്ടാകുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ്? എക്സ് ആക്സിലാണോ, വൈ ആക്സിലാണോ, സെഡ് ആക്സിലാണോ, അല്ലെങ്കിൽ ആംഗുലാർ ആയിട്ടാണോ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? എങ്ങോട്ടേക്കാ? വൈ ഡയറക്ഷനിലേക്ക്. അതായത് താഴത്തേക്കാണ് ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് ആകെ. അപ്പോൾ ഇതിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 1. കാര്യം മനസ്സിലായോ? ഇനി അടുത്ത നോക്കിയേ, അടുത്ത ബി നോക്കിയേ. ബിയിൽ എങ്ങനെയുള്ളത്? ബിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻഡുലം ആണ്. ആ പെൻഡുലത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ബോബ് ഉണ്ട്, എം വെയിറ്റ് ആണ് ആ ബോബിന്. അപ്പോൾ അതിനെങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ആദ്യം ഇത് കിടക്കുന്നത് ഈ ഒരു പൊസിഷനിലായിരുന്നു, മെയിൻ പൊസിഷനിലായിരുന്നു. അത് എന്തുണ്ടായി? ഒരു ആംഗുലാർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടായത്, ആംഗുലാർ ആയിട്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ആകുമ്പോൾ ഇതെന്താ വരുന്നത്? അവിടെയുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് വരിക? എത്രയാണ് വരുന്നത്? എത്ര വരുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഒറ്റൊരു ഡയറക്ഷനിലേക്കല്ലേ അത് മൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് വൈ പ്ലെയിൻ ആണ് വരിക, എക്സ് ആൻഡ് വൈ പ്ലെയിൻ ആണ്. സോ
സോ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഈ ആംഗിൾ ഉണ്ടാക്കുന്നത്. തീറ്റ വൈ മാത്രമേ അത് ഉണ്ടാക്കുന്നുള്ളൂ അല്ലേ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ വൈയിലൂടെ മാത്രമേ അത് സഞ്ചരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ തീറ്റ എക്സിലൂടെ അത് ട്രാവൽ ചെയ്യുന്നില്ലല്ലോ. ആ വൈ കോർഡിനേറ്റിന്റെ വിത്ത് റെസ്പെക്ട് അല്ലേ ഇത് പോകുന്നുള്ളൂ. ഓക്കെ, തീറ്റ വൈ ആംഗിൾ മാത്രമേ അത് ഉണ്ടാക്കുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ? തീറ്റ വൈ ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒറ്റൊരു ഡയറക്ഷനിലേക്കേ ഉള്ളൂ. ഓക്കെ, ഹൊറിസോണ്ടൽ വൈസ് അല്ലല്ലോ ഇത് മൂവ് ചെയ്യുന്നത്, വെർട്ടിക്കൽ വൈസ് അല്ലേ, തീറ്റ വൈ അല്ലേ. സോ ഇതിനുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? ഒരെണ്ണം, ഒറ്റൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന ഫിഗർ ശ്രദ്ധിക്കുക, അത് കുറച്ചൊന്ന് കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ ഹൊറിസോണ്ടൽ വൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഒരു രണ്ട് ഫിക്സ്ഡ് ആണ്, ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സ്പ്രിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു ഡ്രമ്മോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഷാഫ്റ്റിലൂടെ ആ സ്പ്രിങ്ങിൻ്റെ എൻഡ് ഭാഗം നമ്മളൊരു വെയിറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെ ഫോമിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ മാസിന് ഏത് ഡയറക്ഷനിലേക്കാണ് മോഷൻ ഉള്ളത്? വൈ ഡയറക്ഷനിലേക്കാണ് മോഷൻ ഉള്ളത്. അപ്പോൾ മാസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓൺലി ഇൻ വൈ ഡയറക്ഷനിൽ മാത്രമേ അതിന് മോഷൻ ഉള്ളൂ. അവിടെ എന്തായാലും സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, സോ ഇനി ഈ ഒരു ഷാഫ്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ വൈസ് ആണോ വെർട്ടിക്കൽ വൈസ് ആണോ? എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? വെർട്ടിക്കൽ വൈസ് അല്ലേ ഇത് റൊട്ടേഷൻ. ഇവിടെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ട്. ഇനി അതേസമയം നമ്മൾ 3D വരക്കുകയാണെന്ന് വിചാരിക്കും, ഒരു കോയിൻ ഞാൻ ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിക്കും, എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. അതുപോലെ നമുക്ക് വെർട്ടിക്കലി റൊട്ടേറ്റ് ചെയ്യിക്കാം ഒരു സാധനത്തിന്. നിങ്ങളൊരു കോയിൻ എടുക്കുകയാണ്, ആ കോയിനെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുത്തനെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്, അത് എന്ത് പ്ലെയിനിലാണ്? വെർട്ടിക്കൽ പ്ലെയിനിലല്ലേ. സോ അതിൻ്റെ ആംഗിൾ എന്ന് വെച്ചാൽ ഒരൊറ്റ ആംഗിളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വെച്ചാൽ വെർട്ടിക്കലി ഉള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുക. സമയം നിങ്ങൾ ആ ഒരു കോയിനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ്, അതായത് ടേബിളിൻ്റെ മുകളിൽ കിടത്തി വെക്കുന്നത്, എന്നിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? എക്സ് പ്ലെയിൻ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് സെറ്റ് കോർഡിനേറ്റിലും വെക്കാം. അങ്ങനെ 3 കോർഡിനേറ്റ് അല്ലെങ്കിൽ 3 പ്ലെയിനിൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. സോ അതാണ് പറഞ്ഞത്, എന്ത് ഇത് ഏത് പ്ലെയിനാണോ ഡിപ്പെൻഡ് ചെയ്യും. സോ ഇതിൻ്റെ കേസിൽ എന്ന് പറയുന്നത് വെർട്ടിക്കലി ആണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരൊറ്റൊരു ഡയറക്ഷനിൽ ഇതിന് എന്തുള്ളൂ? ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളൂ. ഓക്കെ, ഡിഗ്രി അല്ലെങ്കിൽ ഫ്രീഡം ടു മൂവ് ആണ്. അതിന് ഫ്രീഡം ടു മൂവ് എന്ന് പറയുന്നത് ഒറ്റൊരു ഡയറക്ഷനിലേക്കേ ഉള്ളൂ. സോ അതുകൊണ്ട് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഇതിൻ്റെ കേസിലായാലും ഉണ്ടാകുന്നത്. ഇനി സ്പ്രിങ്ങിൻ്റെ കേസിൽ ഏത് ഡയറക്ഷനിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്? ഇതേ ഒറ്റൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ ഉള്ളൂ, അത് ഹൊറിസോണ്ടൽ വൈസ് ആണ് അത് മൂവ് ചെയ്യുന്നത്. സോ അതിനും സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡേ ഉള്ളൂ. സോ എല്ലാത്തിൻ്റെയും കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് വരുന്നത്. ഇനി അടുത്ത ഫിഗർ നോക്കിക്കേ. ഇതിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കുറച്ച് കൺഫ്യൂഷൻ വരാം ഇതും വെച്ചിട്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യത്തെ സ്പ്രിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സ്പ്രിങ്ങിൻ്റെ താഴത്തായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തു, M1 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് എന്ന് പറയുന്നത് M1 രൂപത്തിൽ നമ്മൾ കൊടുത്തു, മാസിൻ്റെ ഫോമിൽ കൊടുത്തു. സോ ഇതെന്ത് ചെയ്യും? ഇത് വൈബ്രേറ്റ് ചെയ്യും അല്ലേ, ഇത് വൈ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും. അതേസമയം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ താഴത്തായിട്ട് ഒരു സ്പ്രിങ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്പ്രിങ്ങിന് വെറുതെ കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ആദ്യം തന്നെ ഒരു സ്പ്രിങ്ങിന് ഇങ്ങനെയുണ്ട്. സോ അതിൻ്റെ അടിയിൽ നമ്മളൊരു വെയിറ്റ് കൊടുത്തു, അതിന് അടിയിൽ ഒരു സ്പ്രിങ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം വെയിറ്റ് M കാരണം ആർക്ക് മാത്രമേ ഇവിടെ മോഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ? ഈ താഴത്തെ സ്പ്രിങ്ങിന് വൈബ്രേഷൻ ഉണ്ടാവുമോ? ഈ വെയിറ്റ് കാരണം താഴത്തെ സ്പ്രിങ്ങിന് വല്ല വൈബ്രേഷൻ ഉണ്ടാവുമോ? ഇല്ലയോ? കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് പറയാം. താഴത്തെ സ്പ്രിങ്ങിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ ആ M കാരണം, ആ വെയിറ്റ് കാരണം? ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എന്താ പറയുക, താഴത്തേക്കാണ്. അപ്പോൾ ആ വെയിറ്റ് കാരണം ഓൺലി എഫക്റ്റ് ഇവിടെ മാത്രമേ വരുള്ളൂ, മുകളിലത്തെ സ്പ്രിങ്ങിന് മാത്രമേ വരുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ലാസ്റ്റ് സ്പ്രിങ്ങിൻ്റെ മുകളിൽ വേറൊരു വെയിറ്റും കൂടെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, M2 എന്ന് പറഞ്ഞ വേറൊരു വെയിറ്റും കൂടെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ M2ൻ്റെ എഫക്റ്റ് ഏതൊക്കെ സ്പ്രിങ്ങിന് വരും? ഒന്നാമത്തെ സ്പ്രിങ്ങിനും വരും, അതുപോലെ രണ്ടാമത്തെ സ്പ്രിങ്ങിന്, രണ്ടിനും വരുന്നുണ്ടല്ലേ. സോ ഒന്നാമത്തെ സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുണ്ട്? ആദ്യത്തെ ഈ ഒരു M1 എന്ന് പറയുന്ന ആ വെയിറ്റ് കാരണം ഉണ്ടാകുന്നുണ്ട്, M2 എന്ന് പറയുന്ന ആ വെയിറ്റ് കാരണം രണ്ട് രീതിയിൽ അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുന്നുണ്ട് അല്ലേ. M1 എന്ന് പറയുന്ന ആ വെയിറ്റ് കാരണം ഇതിനൊരു വൈബ്രേഷൻ വരുന്നുണ്ട്, M2 എന്ന് പറയുന്ന ഫോഴ്സ് കാരണം അതിന് വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, രണ്ട് രീതിയിലും അതിന് ഫ്രീ ടു മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്.
ഓക്കെ, അതുകൊണ്ട് അത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം അവിടെ, അതായത് M1ൻ്റെ കേസിൽ, അതായത് X1ൻ്റെ ഈ ഒരു ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ കേസിലുണ്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഈ ഒരു കേസ് നോക്കി, ഇതിനേക്കാളും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് നല്ലോണം മനസ്സിലാവും. അതായത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഡുലത്തിന് പകരം ഇവിടെ സ്പ്രിങ് ആണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. സ്പ്രിങ് ആണെങ്കിൽ എന്താണ്, സ്പ്രിങ് എപ്പോഴും എന്ത് ചെയ്യും, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്കറിയാം. ആ സ്പ്രിങ്ങിനെ നമ്മൾ പെൻഡുലൻ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, ആ സ്പ്രിങ്ങിന് അറ്റ് എ ടൈം, അതായത് അറ്റ് എ ടൈം എന്തുണ്ടാവും, അതിന് എക്സ് ഡയറക്ഷനിലേക്കും അല്ലെങ്കിൽ ഈ ഒരു വൈ ഡയറക്ഷനിലേക്കുള്ള ആ ഒരു വൈബ്രേഷനും ഉണ്ടാവും, അതുപോലെ തന്നെ ആംഗുലാർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് രണ്ടും അറ്റ് എ ടൈം ഉണ്ടാവുന്നുണ്ട്. സൈമൾട്ടേനിയസ്ലി രണ്ടും ഉണ്ടാവുന്നുണ്ട് അല്ലേ. അത് മനസ്സിലായോ? അപ്പോൾ 2 ഡയറക്ഷനിലേക്ക് അതിന് മോഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. ഇതാണ് കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവുന്ന ചാൻസസ് ഉണ്ട്. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? നമ്മൾ പെൻഡുലം പോലെ തന്നെ ആ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ പെൻഡുലം പോലെ അതിനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യിക്കാന്ന് വിചാരിക്കുകയാണെങ്കിലും ആ സ്പ്രിങ് കാരണം, സ്പ്രിങ്ങിന് മോഷൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ എന്തായാലും, അതിന് എക്സ്ട്രാ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് വൈ ഡയറക്ഷനിൽ എന്തായാലും വൈബ്രേറ്റ് ചെയ്യും ഈ മാസിൻ്റെ വെയിറ്റ്, മാസിൻ്റെ എഫക്റ്റ് കാരണം. സോ അതെന്ന് വെച്ചാൽ വൈ ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ആംഗുലാർ ആയിട്ടും മൂവ് ചെയ്യും. ഇവിടെ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വൈ ഡയറക്ഷനിലേക്ക് അല്ലേ മൂവ് ചെയ്യുന്നത്, വൈ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്, ബട്ട് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആണ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എക്സ് ഓർ വൈ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അത് ഒരു വിഷയമല്ല. ഓക്കെ, സോ അത്രയും കാര്യം. ഡിഗ്രി ഓഫ് ഫ്രീഡം കറക്റ്റ് മനസ്സിലായോ? ഏതൊക്കെ ഡയറക്ഷനിൽ മോഷൻ ഉണ്ട് അത് നോക്കുക. എത്ര ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്, ആ ഒരു നമ്പറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. സോ ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്കിനി പഠിക്കാനുള്ള വെച്ചാൽ അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. എന്തായിരുന്നു ഫ്രീ വൈബ്രേഷൻ? എന്താ ഫ്രീ വൈബ്രേഷൻ? ഫ്രീ വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഫോഴ്സ് കൊടുക്കും, അല്ലാണ്ട് എന്നിട്ട് അതിന് ശേഷം റിമൂവ് ചെയ്യും. അതാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം? ആ പേര് തന്നെയുണ്ട്, സ്പ്രിങ്ങും മാസും ഉള്ള സിസ്റ്റത്തിനെയാണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, എ മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിംഗ് ആൻഡ് സബ്ജക്റ്റഡ് ടു എ ഫോഴ്സ് അലോങ് ദി ആക്സിസ് ഓഫ് സ്പ്രിംഗ് ഈസ് കോൾഡ് സ്പ്രിംഗ് മാസ് സിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഈ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ സെക്കൻഡ് വൺ, ഇതൊക്കെയാണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം, അല്ലെങ്കിൽ ഈ തേർഡ് വൺ ഒക്കെ സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. എല്ലാം സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. ഇത് സ്പ്രിംഗ് മാസ് സിസ്റ്റം അല്ലേ, ഇത് പെൻഡുലാണ്. ഓക്കെ, സോ ഇവിടെ കണ്ട ഈ ഒരു 4 ഫിഗേഴ്സും സ്പ്രിംഗ് മാസ്, അതായത് ഒരു മാസ് ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് അത് നമുക്ക് വേർട്ടിക്കലി ഇങ്ങനെ നമ്മൾ മോഷൻ കൊടുക്കുകയാണെങ്കിൽ, അത് അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, അതിൻ്റെ ആക്സിസിലൂടെ നമ്മൾ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ, സ്പ്രിങ്ങിൻ്റെ ആക്സിസിലൂടെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് സ്പ്രിംഗ് ഫോഴ്സ്? അതായത് നമുക്കറിയാം ഏതൊരു ബോഡിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ എത്താൻ എപ്പോഴും അത് ആഗ്രഹിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും എന്തുണ്ടാവും, ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആ ഒരു ബോഡി ഉണ്ടാക്കും അല്ലേ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും വന്ന് തള്ളുകയാണെന്ന് വിചാരിക്കുക, അപ്പം നിങ്ങളുടെ ബോഡി എന്താണ്, അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പം ആ വരുന്ന ഫോഴ്സിനെതിരെ എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ എപ്പോഴും ഉണ്ടാവും. സോ അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ മുകളിൽ നമ്മളൊരു വെയിറ്റ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്പ്രിങ് മൂവ് ചെയ്യുന്നുള്ള അറിയാം അല്ലേ, വൈബ്രേറ്റ് ചെയ്യും. സോ ആ ഒരു വൈബ്രേഷനെതിരെ സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയാം. അതായത് ആ വൈബ്രേഷനെതിരെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സിനെയാണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. റിയാക്ഷൻ ഫോഴ്സ് ഡെവലപ്ഡ് ബൈ ദ സ്പ്രിംഗ്, അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, വെൻ എ സ്പ്രിംഗ് ഈസ് കംപ്രസ്ഡ് ഓർ ഇലോങ്ങേറ്റഡ് ദ സ്പ്രിംഗ് ഓപ്പോസസ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ദിസ് ഓപ്പോസിങ് ഫോഴ്സ് ഈസ് കോൾഡ് സ്പ്രിംഗ് ഫോഴ്സ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, അതിന് നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണെന്ന് വിചാരിക്കുക. എഫ് എപ്പോഴും പ്രൊപ്പോർഷണൽ ടു ദ ഡീഫോർമേഷൻ ഓഫ് ദ സ്പ്രിംഗ് ആണ്. സ്പ്രിങ്ങിന് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം ഡീഫോർമേഷൻ ഉണ്ടായത്, ആ എക്സ് നമ്മൾ കണ്ടിട്ടില്ലേ, എത്രത്തോളമാണ് ഡീഫോർമേഷൻ ഉണ്ടായത്. ഇപ്പോൾ ഒരു സ്പ്രിംഗ് ആണെന്ന് വിചാരിക്കുക. സോ വെയിറ്റ് ഉണ്ട്, അപ്പോൾ അടുത്ത വെയിറ്റ് അപ്ലൈ ചെയ്ത സമയത്ത് അത് ഒറിജിനൽ പൊസിഷനിൽ ഒരു എക്സ് ഡിസ്റ്റൻസ്, ഇതാണ് ആദ്യം പൊസിഷൻ, പിന്നെ അതിൻ്റെ ഇത്രയും പൊസിഷനിലേക്ക് മാറി. ഈ എത്രയാണോ ഇതിൻ്റെ ഡീഫോർമേഷൻ ഉണ്ടായത്, ഓക്കെ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഡീഫോർമേഷൻ കൂടിക്കൂടി വരും. ഓക്കെ, ആദ്യം 20 kg ഉള്ള വെയിറ്റ് അല്ലെങ്കിൽ മാസാണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ
ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഞാനൊരു 50 kg യൂസ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എത്ര വെയിറ്റ് അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് എന്താണ് ഈ എക്സിൻ്റെ അല്ലെങ്കിൽ ഡീഫോർമേഷൻ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു സ്പ്രിംഗ് ഫോഴ്സ്, ഐ മീൻ ഇവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, റിയാക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ഓപ്പോസിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ സ്പ്രിംഗ് ഫോഴ്സ്, സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സാണ്, സ്പ്രിങ് എക്സ്ട്രാ ഉണ്ടാക്കുന്ന ഫോഴ്സാണ്. സോ അതിനനുസരിച്ച് സ്പ്രിംഗ് ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. അപ്പം സ്പ്രിംഗ് ഫോഴ്സും അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്ട്ലി എന്താണ്, സ്പ്രിംഗ് ഫോഴ്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ഈ ഒരു ഡിഫോർമേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് വരിക. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഡിഫോർമേഷനും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ് ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ച് കൂടിക്കൂടി വരും. ഓക്കെ, ഇപ്പം എൻ്റെ മുകളിലേക്ക് ഒരു 20 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്തെങ്കിൽ എനിക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു 20 ന്യൂട്ടൺ ഡെവലപ്പ് ചെയ്താൽ മതി. ഒരു 50 ന്യൂട്ടൺ ആണ് എൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ എനിക്കൊരു 50 ന്യൂട്ടൺ ഡെവലപ്പ് ചെയ്താൽ മതി. അപ്പം ഓരോ ഫോഴ്സ് വരുന്നോറും എൻ്റെ മാക്സിമം റീച്ച് എത്തുന്നവരെ ഞാൻ തിരിച്ചും ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, തിരിച്ച് റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് വരും. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡിഫോർമേഷൻ അനുസരിച്ചിട്ട് എന്താണ് കൂടി വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സ്പ്രിംഗ് ഫോഴ്സും സ്പ്രിങ്ങിന് ഉണ്ടാകുന്ന ഡിഫോർമേഷനും എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ഇനി ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുന്നത് എഫ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണ്. സോ ആ ഒരു കോൺസ്റ്റന്റിന്റെ പേരാണ് സ്റ്റിഫ്നെസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റിഫ്നെസ്? അതിനാണ് കെ എന്ന് പറയുക. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്റ്റിഫ്നെസ്സിന് നമുക്ക് കണ്ടുപിടിക്കാം സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എക്സ് ആണ്. സോ കെ ഈക്വൽ ടു എഫ് ബൈ എക്സ്. സോ ദ യൂണിറ്റ് ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു വാട്ട്, ന്യൂട്ടൺ പെർ മീറ്റർ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതില്ലാണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഹയർ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, സോ സ്റ്റിഫ്നെസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിഫ്നെസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എക്സ്. ഇക്വേഷനും പഠിക്കുക, യൂണിറ്റും അറിഞ്ഞിരിക്കുക. സോ അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓൺലി ഇതിൻ്റെ ഡെറിവേഷൻ ആണ്. അതായത് നമുക്ക് ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ കേസിൽ വരുന്ന ഒമേഗക്കുള്ള വാല്യൂ, ഒമേഗേൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ ഫ്രീക്വൻസിക്കുള്ള ഒന്നുകിൽ ഒമേഗേൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, പിന്നെ അത് കഴിഞ്ഞ് സ്പ്രിംഗ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ വരിക, അതുപോലെ തന്നെ സ്പ്രിംഗ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ. ഇത് രണ്ടും കൂടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂള് കഴിഞ്ഞു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിമ്പിളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അത് കഴിഞ്ഞ് കുറച്ച് പ്രോബ്ലംസും. ഇത്രയേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് റിവൈസ് ചെയ്ത് തരാം. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, എന്തെങ്കിലും മനസ്സിലാവാണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അത് റിവൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഓൾ.